ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വചനം ധ്യാനിക്കുവാൻ ഇതിലും നമുക്ക് കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വചനം കൂടെ കൂടെ കേൾക്കുവാനും യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് ജീവിതത്തിൽ അനുഭവങ്ങൾ പ്രാപിക്കുവാനും ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് നാം അനേകരും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു തരുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് വചനം കേൾക്കുന്നവരിൽ അധികം പേരും. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണെന്ന് ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുക. പലപ്പോഴും മനുഷ്യൻ യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തു പാപിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നും എല്ലാം കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ടെങ്കിലും ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നും ക്രിസ്തു ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ വസിക്കുന്നുവെന്നും മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നെന്നും മനുഷ്യനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്നും തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്. ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അവൻ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്നുപോയ കുറവുകളും പരാജയങ്ങളും എല്ലാം കണ്ടുപിടിച്ച് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെച്ച് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം പ്രാപിച്ച് ദൈനംദിന ജീവിതത്തിൽ യേശുക്രിസ്തുവിനോട് കൂടെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവ് തൻ്റെ ആലോചന പ്രകാരം മുമ്പോട്ട് നടത്തുന്നതാണ് ദൈവമക്കളുടെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. 2 കോരിന്ത്യർ 12:9. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് വ്യക്തിപരമായ തൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അധികം പേർക്ക് ചെന്നെത്താൻ കഴിയാത്ത മരണത്തിനപ്പുറമുള്ള പ്രിയപ്പെട്ടവരെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കിട്ടുവാനും അപ്പോസ്തലന് നിത്യതയിലേക്ക് കടന്നു പോകുവാനുമുള്ള ഭാഗ്യം കിട്ടിയെന്നാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, 14 സംവത്സരം ആ വലിയ രഹസ്യം ആരോടും പറഞ്ഞില്ല. മാത്രമല്ല, ഇപ്പോഴും തുടങ്ങുമ്പോൾ അത് ഞാനാണ് അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണെന്ന് വ്യക്തമായി പറയുന്നില്ല. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. വായിക്കാം. ശരീരത്തോടെയോ എന്നും ഞാൻ അറിയുന്നില്ല. ശരീരത്തോടെയാണോ പോയതെന്ന് ഞാൻ അറിയുന്നില്ല. ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല. ദൈവം അറിയുന്നു. ദൈവം മാത്രമാണത് അറിയുന്നത്. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയാണോ ശരീരം കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം മാത്രം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ പരദീസയോളം എടുക്കപ്പെട്ട 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലൻ പറയുകയാണ്, അവിടെ മനുഷ്യന് ഉച്ചരിപ്പാൻ കഴിയാത്ത വാക്കുകൾ ഞാൻ കേട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയ ആത്മീക അനുഭവം, ആത്മീയ ദർശനം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അനുഭവം ലഭിച്ചുവെങ്കിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക വർഷങ്ങൾ 14 സംവത്സരം അത് ആരോടും പറയാതെ, ഒരു ഭാഗത്തും രേഖപ്പെടുത്താതെ, അത് ജീവിതത്തിൽ
ഒളിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി. 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന്. ശരീരത്തോടെയാണോ പോയത്, ശരീരം കൂടാതെയാണോ എന്ന് അറിയുന്നില്ല. അവിടെ മനുഷ്യന് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ഭാഷകൾ ഞാൻ കേട്ടു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ മരണം കൂടാതെ നിത്യതയിൽ കടന്നു എന്ന് സ്വർഗത്തിൽ 3-ാം സ്വർഗത്തോളം പരദീസിയോളം കടന്നു ചെല്ലുവാനും നിത്യതയിലെ സ്വർഗീയ സന്തോഷവും ദൈവദൂതന്മാരുടെ ആരാധനയും മാനുഷികമല്ലാത്ത സ്തുതികളും കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്ന് അവസാന സമയത്ത് കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ട ആ വലത്തുഭാഗത്തെ കള്ളനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീ എന്നോട് കൂടെ പർദീസായിൽ ഇരിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പർദീസായിലേക്ക് ആ കള്ളനെ കർത്താവായ യേശു ക്രിസ്തു കൂട്ടിക്കൊണ്ടുപോയി എന്ന്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് ശരീരം കൂടാതെയാണോ ശരീരത്തോടെയാണോ എന്നും ഞാൻ അറിയുന്നില്ല എന്ന്. 7-ാമത്തെ വാക്യം വായിക്കാം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. അപ്പോസ്തലൻ പറയുകയാണ്, ഇതെല്ലാം എനിക്കുണ്ടായി. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ട്. എനിക്ക് വല്ലാത്ത ഒരു അവസ്ഥയാണത്. ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്തിനാണെന്ന് അപ്പോസ്തലൻ ചേർത്ത് പറയുകയാണ്, ഞാൻ അഹങ്കരിച്ചു പോകാതിരിപ്പാൻ. എനിക്കുണ്ടായിരിക്കുന്ന ആത്മീക ഉന്നതമായ അവസ്ഥകളെക്കുറിച്ച്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക ദർശനങ്ങളെക്കുറിച്ചെല്ലാം ഞാനൊരു മനുഷ്യനായിരിക്കെ, ഞാൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നവനായിരിക്കെ എനിക്ക് ചിലപ്പോൾ അഹങ്കാരവും ഉന്നതഭാവവും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ ആക്കിയിരിക്കുകയാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. അത് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ, ദൈനംദിന ജീവിതത്തിലെല്ലാം ഒരു അസഹ്യമായ അനുഭവമായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അത് സാത്താൻ്റെ ദൂതനെ തന്നെ. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. അത് എന്നെ വിട്ടുപോകേണ്ടതിന് 3 വട്ടം പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ദൈവമക്കളെ, 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, ഒരു മറുപടിയും കിട്ടിയില്ല അപ്പോസ്തലന്. എന്നാൽ അപ്പോസ്തലൻ നിരാശപ്പെട്ടു പോയില്ല. 3-ാമത് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് നടിച്ചില്ല. അപ്പോസ്തലന് വ്യക്തമായ ഒരു മറുപടി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു മറുപടിയല്ല കിട്ടിയത്. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലുള്ള ഒരു മറുപടിയല്ല കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലനോട് പറയാണ്, മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ ശക്തി നിന്റെ ബലഹീനതകളിലൊക്കെയും തികഞ്ഞു വരുന്നതാണ്. പൗലോസേ, നിനക്ക് അനുഭവമുള്ളതല്ലേ? നിന്റെ ബലഹീനതകളിലൊക്കെയും തികഞ്ഞു വരുന്ന സ്വർഗത്തിൻ്റെ ശക്തി. അപ്പോസ്തലനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലുതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് മനുഷ്യൻ്റെ എന്തെങ്കിലും യോഗ്യത കൊണ്ടോ മനുഷ്യൻ്റെ പാണ്ഡിത്യം കൊണ്ടോ അവൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ക്രമീകരണങ്ങൾ കൊണ്ടോ അല്ല. തീർത്തും ദൈവത്തിൻ്റെ സൗജന്യമായ ഒരു ദാനമാണ് കൃപ. അർഹതയില്ലാത്ത മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ദാനമാണ് കൃപ. അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു, നിനക്ക് ശരീരത്തിൽ അസഹ്യമായ വേദനയും രോഗാവസ്ഥയും എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ദൈവത്തിന് ദൈവമക്കളെ, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവമക്കളെ, അത് മനുഷ്യൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യൻ്റെ കഴിവോ മനുഷ്യൻ്റെ ശക്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ അനേകരെ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, നോഹയ്ക്ക്
എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അനേക വ്യക്തികൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനമായ കൃപ പ്രാപിച്ച് ജീവിച്ചു എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു, രോഗം അവിടെ ഇരുന്നുകൊള്ളട്ടെ, എൻ്റെ കൃപ നിനക്കും മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിലൊക്കെയും തികഞ്ഞു വരുന്നതാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലൻ ആത്മീയമായി മുന്നോട്ട് വരുന്തോറും താൻ ഏതുമില്ല എന്നും ഞാൻ അപ്പോസ്തലന്മാരെക്കാൾ ഏറ്റവും ചെറിയവനാണെന്നും ദൈവസഭയെ ഉപദ്രവിച്ചതുകൊണ്ട് ആ പേരിന് ഞാൻ യോഗ്യനല്ല എന്നും ഉള്ള ഒരു എളിമ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയമായ ഉയർച്ചയും വളർച്ചയും ഒരു ദൈവവേദന ഉണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എളിമയുണ്ടോ, താഴ്മയുണ്ടോ, നമുക്ക് വിനയമുണ്ടോ? ഞാൻ ഏതുമില്ല, ഞാൻ ആരുമല്ല, കർത്താവേ നിൻ്റെ കൃപയില്ലെങ്കിൽ ഞാനൊരു പൂജ്യമാണെന്നുള്ള ആ എളിമ നമുക്കുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകരും പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിൽ നാളുകൾ കഴിയുമ്പോൾ ക്ഷീണിച്ചും തളർന്നും സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചും അഹങ്കരിച്ചും ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് അറിയാതെ ജീവിക്കുന്ന ഒരു തലമുറയിലാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ വഷളത്വങ്ങളും പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പരിഹസിക്കുന്നതുമായ പ്രിയപ്പെട്ടവരെ അനേകർ പരിഹാസ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ആത്മീയ രംഗം. പ്രിയപ്പെട്ടവരെ, സത്യസന്ധതയില്ലാതെ, യേശുക്രിസ്തുവിനെ മുൻനിർത്തിയല്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ, സ്വന്തം ശക്തിയിലും സ്വന്തം ബലത്തിലും സ്വന്തം കഴിവിലും സ്വന്തം ജ്ഞാനത്തിലുമെല്ലാം ഊന്നി നിന്നുകൊണ്ട് ദൈവത്തെക്കാൾ ഉന്നതമായ ഭാവത്തോടുകൂടി ദൈവവേല ചെയ്യുന്ന അനേക സുവിശേഷകന്മാരുള്ള അനേക ദൈവവേലക്കാരുള്ള ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവേല ആദായ സൂത്രമെന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിൽ നാം മനോഹരയുടെ ജീവിതം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ ശിംശോൻ എന്ന് പറയുന്ന ജനിക്കുമ്പോൾ തന്നെ ആശീർവാദസ്ഥനായിട്ട് ജനിച്ച ഒരു ന്യായാധിപനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ എളിയവനായ ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനിക്കാറുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവകരങ്ങളിൽ അത്ഭുതകരമായി പ്രയോജനപ്പെട്ട ദൈവമെടുത്ത് ഉപയോഗിച്ച ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ശിംശോൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവനായിരുന്നു. ഒരു കഴുതയുടെ പച്ച താടിയല്ലുകൊണ്ട് ആയിരങ്ങളെ കൊന്ന് കൂട്ടിയവനായിരുന്നു ശിംശോൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ശിംശോൻ്റെ ജീവിതം പഠിക്കുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ശിംശോൻ്റെ മേൽ വന്നു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അത് പലവട്ടം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ശിംശോൻ്റെ മേൽ വന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ശിംശോൻ ചില പ്രതിസന്ധികളിലായപ്പോൾ, അത്യന്തമായ ആവശ്യഘട്ടങ്ങൾ വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ എങ്ങനെ അതിജീവിക്കുമെന്ന് ചിന്തിച്ചപ്പോഴെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയായി, കൃപയായി, നിറവായി, ശക്തിയായി ശിംശോൻ്റെ മേൽ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ തുടർന്ന് ശിംശോൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ശിംശോൻ്റെ ജീവിതത്തിൽ ചില മറഞ്ഞിരുന്ന പാപങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ആശീർവാദസ്ഥനായ ശിംശോനെ കീഴ്പ്പെടുത്തിയെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ശിംശോൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ 2 സ്ത്രീകളിലേക്ക് പതിഞ്ഞുപോയി എന്ന്, ശിംശോൻ്റെ ജീവിതം ദൈവത്തിൽ നകന്നകന്നു പോയി എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ നാം വായിക്കുന്നുണ്ട് ശിംശോൻ്റെ ജീവിതം നാസീവ്രതക്കാരൻ ആ വേശ്യകളുടെ മടിയിൽ കിടക്കുമ്പോഴും അശുദ്ധിയിൽ ജീവിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തി ശിംശോൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ശിംശോനെ അടച്ചിട്ട മുറിയുടെ വാതിൽ കട്ടിലോടും അന്താഴത്തോടും കൂടെ പറിച്ചു കൊണ്ടുപോകാൻ, 7 ഞാങ്ങണ കൊണ്ട് ബന്ധിച്ചിട്ട് അതെല്ലാം നിഷ്പ്രയാസം പൊട്ടിച്ചു കളയുവാൻ, ഒരിക്കലും പെരുമാറാത്ത കയറുകൊണ്ട് കെട്ടിയിട്ട് അതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോയതുപോലെ കളയുവാൻ. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, ആത്മാവിൻ്റെ പ്രവാഹം കുറഞ്ഞു പോകുമ്പോഴും ഒരു കാലത്ത് ആ മനുഷ്യനിൽ വ്യാപരിച്ചിരുന്ന ദൈവത്തിൻ്റെ ശക്തി അവനോട് കൂടെയുണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അടയാളങ്ങൾ ചെയ്യുവാൻ. എന്നാൽ ദൈവമക്കളെ നാം വായിക്കുന്നുണ്ട് ശിംശോൻ തകർന്നുപോയി എന്ന്. അവസാനം ശിംശോൻ തകർന്നുപോയി എന്ന്. ഒരു കാലത്ത് ഫെലിസ്ത്യരുടെ പേടി സ്വപ്നമായിരുന്ന ശിംശോൻ പ്രിയപ്പെട്ടവരെ അവരുടെ ഒരു കളിപ്പാട്ടമായി മാറി. ഫെലിസ്ത്യർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ശിംശോനെ, ഈ അത്ഭുത ശക്തിയുള്ളവനെ ശേഷം മനുഷ്യരെ പോലെ ആക്കണം, ശക്തിഹീനനാക്കണം, പ്രയോജനരഹിതനാക്കണം. ദൈവമക്കളെ
ദൈവമക്കളെ എക്കാലത്തും പിശാചിന് ദൈവമക്കളെ കുറിച്ച് ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇവനെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാക്കണം, ഇവന്റെ ശക്തി ചോർത്തിക്കളയണം, ഇവനൊരു ബലഹീനനായി തീരണം, ദൈവവേലയിൽ പ്രയോജനപ്പെടാത്തവനായി തീരണമെന്ന്. ദൈവമക്കളെ, എന്താണ് ശിംശോന്റെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ ശിംശോന്റെ മേൽ വരാതിരുന്നപ്പോഴും, അവൻ ദലീലയുടെ മടിയിൽ കിടന്നപ്പോഴും അവന്റെ മേല് ഒരു ശക്തി വ്യാപരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന അനേകർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. ദൈവമക്കളെ, പ്രകാശം കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ, അന്ധകാരം അല്പാൽപമായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരും അത് അറിയുകയില്ല. എനിക്ക് വചനം പറയാൻ കൃപയുണ്ട്, എനിക്ക് സാക്ഷ്യം പറയാൻ കൃപയുണ്ട്, ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ട്, ഇങ്ങനെയെല്ലാം ചിന്തിച്ച് മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, എന്നാൽ ഒരു കാലം വരുമ്പോൾ, ഒരു സമയം വരുമ്പോൾ വീണുപോകുന്ന ഒരു സമയമുണ്ട്. ശിംശോൻ നിരാശയിലേക്ക് പോയി, ശിംശോൻ ബന്ധനത്തിലേക്ക് പോയി, മോചനമില്ലാത്ത ബന്ധനത്തില്. ദാഗോന്റെ ക്ഷേത്രത്തില് ഒരു മാവുവടിക്കാരനായി ഒരിക്കൽ പേടി സ്വപ്നമായിരുന്ന ശിംശോൻ ഇന്നവരുടെ കളിപ്പാട്ടമായി മാറി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ നാം ചിന്തിച്ചു നോക്കിയാൽ ശിംശോന്റെ ആത്മീയ ജീവിതമെല്ലാം തകർന്നുപോയി, അവൻ്റെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടതെല്ലാം തീർന്നുപോയി, അവൻ തീർത്തും ഒരു പരാജയവും ഒരു പൂജ്യവുമായി തീർന്നുപോയി. എന്നാൽ ശിംശോന്റെ ജീവനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവസാന നാളുകളായപ്പോൾ പ്രിയപ്പെട്ടവരെ, ശിംശോന് ഒരു അനുതാപം കിട്ടി, അവന് ദൈവത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ദൈവത്തിന് സ്തോത്രം. ശിംശോൻ ഒടുവിലായി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വീണുപോയ ദാഗോന്റെ ക്ഷേത്രത്തിൽ ചെമ്പ് ചങ്ങലകളിൽ 3000 കൂടിയിരുന്നവനെ കളിപ്പാട്ടമാക്കി മാറ്റിയപ്പോൾ അവൻ്റെ ഉൾക്കണ്ണ് തുറന്നവൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഒരു പ്രാവശ്യം കൂടി നിന്റെ ശക്തി എൻ്റെ മേൽ അയക്കണമേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം വീണുപോയ, നിരാശപ്പെട്ടു പോയ, പാപത്തിൽ ആണ്ടുപോയ, വേശ്യകളുടെ മടിയിൽ കിടന്ന ആ ശിംശോൻ്റെ മേൽ സ്വർഗത്തിലെ അത്യന്ത കൃപ പകർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ എന്താണെങ്കിലും, അല്ല നാം ഇന്ന് വീണുപോയവരാണെങ്കിലും, എത്ര തകർന്ന ആത്മീയ ജീവിതത്തിലാണെങ്കിലും, നമുക്ക് കൃപ നഷ്ടപ്പെട്ടു പോയെങ്കിലും, ദൈവ സാന്നിധ്യം കിട്ടിയിട്ട് നാളുകളായെങ്കിലും, ഇനി ഒരിക്കലും ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള പ്രതീക്ഷയില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിരാശയുടെ പഴുവിലേക്ക് പോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യൗവനക്കാരെ, ഓ, നമ്മെ സ്നേഹിക്കുന്നവരായ ക്രിസ്തു വീണ് കിടക്കുന്നിടത്തുനിന്ന് സ്വർഗത്തിലെ ദൈവമേ, എന്നെ ഒന്ന് നോക്കണമേ എന്ന്, എന്നെ ഒന്ന് കടാക്ഷിക്കണമേ എന്ന്, നിന്റെ ആ മുറിവാർന്ന കരം എൻ്റെ മേലൊന്ന് വെക്കണമേ എന്ന്, എന്നെ ഒന്ന് കഴുകണമേ എന്ന്, എന്നെ ഒന്ന് തലോടണമേ എന്ന്, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് ഈ ഭൂമിയുടെ കോണിലിരുന്ന് ഒരു പാവപ്പെട്ട ദൈവദാസൻ, ഒരു ദൈവദാസി ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തൻ്റെ അവസ്ഥയെന്ന് പ്രാർത്ഥിച്ചാൽ ഇറങ്ങി വരുന്നവനായ ഒരു ക്രിസ്തു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്നവനായ ദൈവം, നമ്മെ കരുതുന്നവനായ ദൈവം, നമ്മെ ഈ ഭൂമിയിൽ കരം പിടിച്ച് നടത്തുന്നവനായ ദൈവം, നമുക്ക് വേണ്ടി പിതാവിൻ്റെ അരികിൽ തിരി രക്തത്തിൻ്റെ മധ്യസ്ഥനായി നിൽക്കുന്നവനായ ദൈവം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കാൽവറിയിൽ പ്രാർത്ഥിച്ചവനായ സ്വർഗത്തിലെ പുത്രൻ്റെ സ്നേഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ സ്നേഹത്തിൻ്റെ അരികിലാണ് നാം ഇരിക്കുന്നത്, ആ സ്നേഹത്തിൻ്റെ തൂമൊഴികളാണ് നാം കേൾക്കുന്നത്. അവൻ കടന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അരികിലേക്ക്, ഞാനും നിങ്ങളും ഇരിക്കുന്നിടത്തേക്ക്. ഓ, നമ്മെ സന്ദർശിക്കുവാൻ, നമ്മുടെ ബലഹീനതകളിലേക്ക് ബലം പകരുവാൻ, നമ്മുടെ രോഗങ്ങളിലേക്ക് കൃപ പകരുവാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവ അപ്പോസ്തലനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, മാറാത്ത രോഗം വരുമ്പോഴും, സൗഖ്യമാകാത്ത വേദനകൾ വരുമ്പോഴും, ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയുമ്പോഴും, ആർക്കും ഒരു സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയാൻ കഴിയാതിരിക്കുമ്പോഴും, എല്ലാവരും നമ്മുടെ വേദന കണ്ട്, നമ്മുടെ രോഗാവസ്ഥ കണ്ട്
ഉയരത്തിലേക്ക് നോക്കി എന്തു പറയേണ്ടെന്ന് പകച്ചു നിൽക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തു നിന്നെ ആശ്വസിപ്പിക്കും, നിനക്ക് സമാധാനം തരും, നിനക്ക് സ്നേഹം തരും, നിനക്ക് സന്തോഷം തരും. നിന്റെ ഹൃദയത്തിൽ പ്രത്യാശ വർദ്ധിച്ചു വരും. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ രോഗം വരാം, ഇവിടെ പട്ടിണി വരാം, ഇവിടെ കഷ്ടത വന്നു എന്ന് വരാം, ഇവിടെ ഒറ്റപ്പെടുത്തലുകൾ വന്നു എന്ന് വരാം, ആരും നമ്മെ കണ്ടില്ല എന്ന് വരാം, ആരും നമ്മെ ഗവനിച്ചില്ല എന്ന് വരാം, ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ പോലും നമ്മെ സ്നേഹിച്ചില്ല എന്ന് വരാം, മക്കൾ നമ്മെ കരുതിയില്ല എന്ന് വരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും കരുതാത്തപ്പോഴും ആരും കൈത്താങ്ങില്ലാത്തപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മോട് വാദിക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന ആ കുരിശിലെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. സ്വർഗത്തിലെ നിത്യനായ ദൈവം 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, മകനെ, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. ഇന്ന് പ്രതികൂലങ്ങളുടെ നടുവിലിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മാറാ രോഗത്തിൻ്റെ നടുവിലിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? മരണം പടിവാതിക്കലായി എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിരാശയുടെ പടുകുഴിയിലിരിക്കുന്നവർ കേൾക്കുന്നുണ്ടോ? എനിക്കൊരു ഭാവിയില്ലോ എന്നോർത്ത് കരയുന്നവർ കേൾക്കുന്നുണ്ടോ? ദൈവത്തിലേ, നിന്നോട് യേശു പറയുകയാണ്, മകനേ, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൃപ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനമായ കൃപ. വായിക്കാം നമുക്ക് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, യഹോവയുടെ കണ്ണ് തങ്ങൾ യഹോവയെങ്കിലെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണ്, നിത്യനായ ദൈവത്തിൻ്റെ കണ്ണ് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ തങ്ങൾ ദൈവത്തിങ്കൽ ഏകാഗ്രചിത്തയോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവം ബലവാനാണെന്ന് അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി നിന്ന് വെളിപ്പെടുത്തുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ഒരു ദൈവം ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ബലമില്ല എന്ന് യഹോവയുടെ മുഖത്തേക്ക് നോക്കി എളിമയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കർത്താവേ, ഈ ഒന്നുമില്ലാത്ത തകർന്നു പോയ, നിരാശയിൽ ആണ്ടുപോയ എൻ്റെ ഈ ജീവിതം യേശുവേ നിനക്ക് തരാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, സ്വർഗം ആവലോടെ നോക്കുകയാണ്. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ഈ അന്ത്യകാല തലമുറയിൽ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു വിശുദ്ധനാകാൻ, ദൈവ കൃപയുള്ള ഒരു പുരുഷനായി തീരാൻ, ഒരു നിഷ്കളങ്കനായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് സ്വർഗം ആവലോടെ നോക്കുകയാണ്. ദൈവമക്കളെ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ കണ്ണ് സന്ദർശിക്കുമോ? സ്വർഗം ആവലോടെ നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ എന്ന്, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരുണ്ടോ എന്ന്. എന്തിനു വേണ്ടി? ഒരു ബലവാനായ ദൈവമുണ്ടെന്ന്, ഒരു പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന്, മനുഷ്യനെ മാറ്റി നിർത്തി മനുഷ്യനിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കുന്നത്. എളിമയുള്ളവരെ, താഴ്മയുള്ളവരെ, തകർന്ന ഹൃദയമുള്ളവരെ. ദൈവമക്കളെ, ഞാൻ ഈ കാലത്ത് ചിന്തിക്കാറുണ്ട്, എന്താണ് ആത്മീയ ജീവിതത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന്. ഒന്ന്, മനുഷ്യന് ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. ഹൃദയം കഠിനപ്പെട്ടു പോയിരിക്കുന്നു. തകർന്നതും നുറുങ്ങിയതുമായ ഒരു ഹൃദയമുള്ള അനുഭവമില്ലാതെ പോയിരിക്കുന്നു. നാളുകളായി തിരുവചനം കേൾക്കുന്ന, ഒരിക്കൽ മാനസാന്തരപ്പെട്ട, ഒരിക്കൽ ജീവിതം സമർപ്പിച്ച, ആദ്യ സ്നേഹം അനുഭവിച്ച സഹോദര, ചോദിക്കട്ടെ, നിനക്കിന്ന് കണ്ണുനീരുണ്ടോ? അനുതാപമുണ്ടോ? എളിമയുണ്ടോ? ദൈവസന്നിധിയിൽ താഴ്മയുണ്ടോ? ഞാൻ ഏതുമില്ല എന്നുള്ള ആ എളിമ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു എളിമയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗല് ദാവീദിനെ കൊല്ലുവാൻ ഓടിച്ചുകൊണ്ട് മലകളിലൂടെ നടക്കുകയാണ്. ദൈവമക്കളെ, ഒരിക്കൽ തക്കത്തിന് ശൗൽ രാജാവിനെ ദാവീദിൻ്റെയും കൂട്ടരുടെയും കയ്യിൽ കിട്ടിയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ദാവീദിൻ്റെ കൂടെയുള്ള അബീശായി
എന്ന് പറഞ്ഞ മനുഷ്യൻ ചോദിച്ചു, പിതാവേ, ഇവനെ ഞാൻ കുന്തം കൊണ്ട് ഒറ്റ കുത്തിന്, രണ്ടാമത് കുത്തുകയില്ല, ഒറ്റ കുത്തിന് ഇവനെ ഞാൻ നിലത്തോട് ചേർത്ത് കൊന്നുകളയട്ടെ എന്ന്. ആരെ? ശൗൽ രാജാവിനെ. ദൈവമക്കളെ, ദാവീദ് പറഞ്ഞു, യഹോവയുടെ അഭിഷിക്തന്റെ നേരെ നീ കൈ ഉയർത്തരുതെന്ന്. യഹോവയുടെ അഭിഷിക്തന് വിരോധമായി പ്രവർത്തിച്ചിട്ട് ശിക്ഷ അനുഭവിക്കാത്തവരാരുള്ളൂ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. തുടർന്ന് പിന്നീട് നാം കാണുന്നുണ്ട്, ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, ശൗൽ രാജാവിൻ്റെ കുന്തവും പാനപാത്രവും എടുത്തുകൊണ്ട് ദാവീദ് പോന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഒരു ദിവസം ദാവീദ് ശൗൽ രാജാവിൻ്റെ അങ്കിയുടെ അഗ്രത്തിൻ്റെ അല്പം മുറിച്ചെടുത്തു. പിന്നെ നാം വായിക്കുന്നുണ്ട്, പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി ദാവീദിനെ കുത്തി തുടങ്ങിയെന്ന് വായിക്കാം. 24:14. ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ദാവീദ് ചോദിക്കുകയാണ്, അല്ലയോ ഇസ്രായേൽ രാജാവേ, ശൗൽ രാജാവേ, ആരെ തേടിയാകുന്നു അങ്ങ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചത്ത നായെ. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറയുകയാണ്, ഞാനൊരു ചത്ത നായയാണെന്ന്. ദൈവമക്കളെ, 40 ദിവസം ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ച മല്ലനായ ഗോലിയാത്തിനെ ഒരു കവണിയും കല്ലും കൊണ്ട് കൊന്നവനായ ദാവീദ് ഇപ്പോൾ പറയുകയാണ്, ഞാനൊരു ചത്ത നായയാണെന്ന്, ഞാനൊരു ചെള്ളു പോലെയുള്ളവനാണെന്ന്. അയ്യോ, ഞാൻ എത്ര നിസാരനാണ്. ദൈവമക്കളെ, ദാവീദിൻ്റെ എളിമ, ഞാനൊരു ചത്ത നായാണ്, ഒരു ചെള്ളു പോലെയുള്ളവനാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് എളിമ വേണം. ദൈവത്തിൻ്റെ സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ ദൂതൻ കന്യാമറിയാമിൻ്റെ അരികിലേക്ക് വന്ന് കന്യാമറിയാമിനോട് പറയുകയാണ്, ഒന്നാമത് തന്നെ പറയുന്നത്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനമെന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. 1:28 വായിക്കാം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് എന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കൃപ ലഭിച്ചവളേ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന്. ദൈവമക്കളെ, കന്യാമറിയാമിൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ കൃപ ഇടിച്ചിറങ്ങി വന്നു. നമുക്കറിയാം, യേശു അവളിൽ ഉരുവായി. ദൈവത്തിൻ്റെ സ്തോത്രം. അവൾക്കതൊന്നും മനസ്സിലായില്ല. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു കൊടുത്തു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, സ്വർഗത്തിൻ്റെ അത്യന്ത ശക്തി നിൻ്റെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു നിൻ്റെ ഉള്ളിൽ ഉരുവാകുമെന്ന്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് ആ കുരിശിലേക്കൊന്ന് നോക്കാം. കർത്താവേ, എനിക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ഞങ്ങളുടെ ജീവനുള്ള കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുരക്തത്തിൻ്റെ മധ്യസ്ഥനായി പിതാവിൻ്റെ അരികിൽ നിൽക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ തകർന്നു പോയ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ കരം വെക്കണമേ കർത്താവേ. ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ കർത്താവേ. ഞങ്ങളുടെ നിരാശമുറ്റിയ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വെളിച്ചം വീശണമേ കർത്താവേ. ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടും പുറകോട്ടും മാറിയും പോയ ഞങ്ങളെ ആണിപ്പാടുള്ള കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടത്തണമേ കർത്താവേ. നിനക്ക് ചവിട്ടി നിൽക്കുവാൻ വിശുദ്ധിയുള്ള പാത്രങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലതോടെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.